തൃശൂരിലെ സുരേഷ് ഗോപി തരംഗം അവസാനിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പിടിച്ചെടുത്ത സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം മങ്ങുകയാണോ എന്ന ചോദ്യമുയർത്തി പുതിയ കണക്കുകൾ. 2 വർഷത്തെ കാലയളവിനുള്ളിൽ ജില്ലയിൽ BJPക്ക് 2 ലക്ഷത്തോളം വോട്ടുകൾ കുറഞ്ഞതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നത്. 2019 UDF മികച്ച ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലത്തിൽ 2024 സുരേഷ് ഗോപി 74,686 വോട്ടുകൾക്കാണ് അട്ടിമറി വിജയം നേടിയത്. പരാജയപ്പെട്ടപ്പോഴും മണ്ഡലത്തിന്റെ സജീവമായി നിന്ന അദ്ദേഹത്തിന്റെ സ്വാധീനത്തെ സുരേഷ് ഗോപി ഇഫക്റ്റ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ കേന്ദ്രമന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റങ്ങളും പ്രസ്താവനകളും വിപരീത ഫലമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. ഒരു ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിച്ചതിലൂടെ കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ നേടിയെടുക്കാമെന്ന് മുന്നണി കരുതിയെങ്കിലും പിന്നീട് എഫക്റ്റ് മാറി മറിഞ്ഞു. ജയിച്ച കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപിയുടെ ചില വാക്കുകളും പ്രയോഗങ്ങളും പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് മാത്രമല്ല BJPക്ക് പോലും അസഹനീയമായി. പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനുമായി സുരേഷ് ഗോപിയെ രംഗത്തിറക്കിയെങ്കിലും വിപരീത ഫലമായിരുന്നു. ഗ്രാമീണരെ സ്വാധീനിക്കാൻ നടത്തിയ കലുങ്കു ചർച്ചയിൽ സഹായം അഭ്യർത്ഥിച്ചെത്തിയ വയോധികനെ അപമാനിച്ചെന്ന ആരോപണം പാർട്ടിയെയും തദ്ദേശ സ്ഥാനാർത്ഥികളെയും ക്ഷീണിപ്പിച്ചു. സുരേഷ് ഗോപിയുടെ ഓരോ പാളിച്ചയും UDFും LDFും ആയുധമാക്കി. ഇടത്തട്ടുകാരെ ആകർഷിക്കാനായി സംഘടിപ്പിച്ച SG കോഫി ടൈംസ് എന്ന പരിപാടിയും പാളി. 2019 ലോക്സഭയിലേക്ക് തൃശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപിയുടെ വോട്ട് ശതമാനം 28.19 ആയിരുന്നു. ജില്ലയിൽ NDA അന്ന് നേടിയ വോട്ട് 3,36,746. 2024 വോട്ട് ശതമാനം 37.80 സുരേഷ് ഗോപി ജയിച്ചത്. 2024 ജില്ലയിൽ NDA നേടിയ വോട്ട് 5,55,007. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA ജില്ലയിൽ നേടിയത് 3,96,808 വോട്ടാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ NDAയുടെ വോട്ട് 3,55,757 ആയി. 2 വർഷത്തിനിടെ 2 ലക്ഷം വോട്ടാണ് കുറഞ്ഞത്.